അല്ല പക്ഷേ നമുക്ക് ഇന്ന് കുറച്ച് കോഴിമുട്ടകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി നമ്മൾ കുക്കിംഗ് അല്ലെന്ന് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മളെ ഇൻക്യൂബേറ്റർ ഉണ്ടായിരുന്നു. പണ്ടത്തെ ഒരു ഇൻക്യൂബേറ്റർ ഉണ്ടാക്കിയിട്ട് മുന്നേ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ആവശ്യമുള്ളത് കയറി കാണാം. അപ്പോൾ ഇന്നത്തെ പഠിച്ചാൽ ഇൻക്യൂബേറ്ററിൽ വെക്കാൻ വേണ്ടി മുട്ട നമ്മൾ തിരഞ്ഞെടുക്കലാണ്. അതായത് നമ്മൾ പല വീടുകളിലായിട്ട് 10 മുട്ട വെച്ചിട്ട് വാങ്ങിയിട്ട് ഒരു 10, 40, 30 മുട്ട നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ കൊത്തുമുട്ടയാണോ അല്ലാത്ത മുട്ടയാണോ എന്നൊക്കെ എങ്ങനെ തിരിച്ചറിയാൻ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് കൊത്തുമുട്ട എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം സിമ്പിളായിട്ട്. കൊത്തുമുട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കോഴി ഇടുന്ന മെയിലില്ലാതെ, അതായത് പൂവനില്ലാതെ പെടക്കോഴി ഇടുന്ന മുട്ട നമുക്ക് ഒരിക്കലും വിരിയില്ല. അന്നേരം നമ്മൾ നല്ല പൂവനും പെടയും കൂട്ടി മേറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന മുട്ടയ്ക്കാണ് നമ്മൾ കൊത്തുമുട്ട എന്ന് പറയുക. ആ സാധനം മാത്രം വിരിയുള്ളൂ. അല്ലാതെ പെടക്കോഴി സെപ്പറേറ്റ് മുട്ട ഇടണമൊന്നും വിരിയില്ല. അപ്പോൾ അത് മാത്രമല്ല, ആ കൊത്തുമുട്ട കിട്ടിക്കഴിഞ്ഞാലും അതിലും എങ്ങനെ വിരിയില്ല എന്ന കാര്യം നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട്. കാരണം വെച്ചാൽ മുട്ടയുടെ ഷേപ്പ്, വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അത് തീരുമാനിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ മുട്ട എങ്ങനെ തിരഞ്ഞെടുക്കുക, എങ്ങനെ അതിന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ ഇതിന്റെ വീഡിയോക്ക് പോവാം. അപ്പോൾ ചെമ്മറി നമ്മൾ എടുത്തിട്ടുള്ള മുട്ട ഒരു ട്രയലാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത്ര മുട്ടല്ല, മുട്ട ഇഞ്ഞും ബാക്കിയുണ്ട് അവിടെ. അപ്പോൾ കൂടി ട്രയൽ വെള്ളത്തോണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ കൊണ്ടുവച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പാത്രത്തിൽ ആദ്യം കുറച്ച് വെള്ളം എടുക്കുക. അതായത് നമ്മൾ മുട്ട മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം എടുക്കുക. നമ്മൾ മുട്ട ഇട്ട് നോക്കുക. അപ്പോൾ വിരിയണ മുട്ടയാണെന്നുണ്ടെങ്കിൽ കടന്നിട്ടാ കണ്ട. ഇപ്പോൾ ഇതിന്റെ കിടക്ക കണ്ടില്ലേ, ഇതിപ്പോൾ നമ്മളിത് സാധനം നിലത്ത് ഇങ്ങനെ കിടക്കുകയാണ്, വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുക. അത് നേരെ കുത്തുന്ന സാധനം നിന്ന് കഴിഞ്ഞാൽ സാധനം വിരിയില്ല. ഇപ്പോൾ ഇതൊക്കെ സംശയം തോന്നും, ഇപ്പോൾ ഇങ്ങനെ വിരിപ്പിക്കാനുള്ള മുട്ട ഇങ്ങനെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കംപ്ലൈന്റ് ആവുമോ? അങ്ങനെ ഒരു പ്രശ്നമില്ല. കാരണം വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമൊക്കെ വെച്ചിട്ട് നമ്മൾ അടുത്ത ദിവസം വിരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മളും ചെയ്യലുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നം ഇവിടെ ആയിട്ട് വരുന്നില്ല. അപ്പോൾ അത് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് ഓരോരോ മുട്ടകളായിട്ട് ഇങ്ങനെ തിരഞ്ഞെടുത്ത് നോക്കി നോക്കാം. വിരിയണ മുട്ടയും വിരിയാത്ത മുട്ടയൊക്കെ നമുക്കിങ്ങനെ ഇട്ട് നോക്കിയിട്ട് ഏതെങ്കിലും മുട്ട കുത്തനെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വിരിയില്ല. അതേപോലെ ആകൃതിയും നമുക്കിതിൽ നോക്കണം. ഷേപ്പ് എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ കുത്തനെ ഇതിനിപ്പോൾ ചെറിയൊരു ഇതിന് കുഴപ്പമില്ല. ഈ സാധനം വീണ മുട്ടയാണ്. കാരണം വെച്ചാൽ ഇതിന്റെ മുകൾ ഭാഗത്ത് ഒരു കൂർമ്പിച്ച് നിൽക്കുന്ന പോലെ വെച്ചെങ്കിൽ നമുക്കത് തീരെ വെക്കാൻ പാടില്ല. അല്ല, വെക്കണോണ്ട് കുഴപ്പമില്ല, വിരിയില്ല എന്നുള്ളൂ. അപ്പോൾ ഓരോ മുട്ടയായിട്ട് നമുക്ക് വെള്ളത്തിൽ ഇട്ട് നോക്കി വെക്കാം. ഏതാണ് കുത്തനെ നിൽക്കുക വെച്ചെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ ഈ വെച്ചിടത്തോളം ഒന്നും നമുക്കൊരു പ്രശ്നം കാണുന്നില്ല. അപ്പോൾ ഏതെങ്കിലും മുട്ട നമുക്ക് ഇങ്ങനെ കുത്തനെ നിൽക്കുകയാണെന്ന് വെച്ചെങ്കിൽ, ഇപ്പോൾ മനസ്സിലായില്ലേ, ഈ ഷേപ്പിൽ കുത്തനെ ഒന്ന് നിൽക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ആ മുട്ട ഉപയോഗിക്കാൻ പാടില്ല. അതാണ് ഇതിന്റെ മെയിൻ ഒരു കാര്യം. പിന്നെ അതുപോലെ ഒരു മുട്ടയ്ക്ക് ഇതിപ്പോൾ നമ്മൾ മൊത്തം ഉപയോഗിച്ചിട്ട് നാടൻ കോഴിമുട്ടയാണ്. ഓരോന്നും ഓരോ കോഴികളുടെ ആയതുകൊണ്ടാണ് ഇങ്ങനെ കളറിൽ വ്യത്യാസം. ചെറിയൊരു വൈറ്റ് കളറും പ്യുവർ വൈറ്റ് കളറുണ്ട്, പിന്നെ ലൈറ്റ് ഒരു ഐവറി കളറുണ്ട്, പിന്നെ ഒന്നുകൂടി ഡാർക്ക് ആയിട്ടുള്ളൊരു കളറുണ്ട്. അങ്ങനെ 3-4 കളറും നമുക്ക് കോഴിമുട്ട വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണിത് മുട്ടയും കാര്യങ്ങളൊക്കെ ഇതിന്റെ കൊത്തുമുട്ട അറിയണതും. അതുപോലെ ഷേപ്പിൽ ഷേപ്പിൽ ആകൃതി വ്യത്യാസമുള്ളതൊന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, ഇല്ലെങ്കിൽ അത് കാണിച്ചു തരായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബേസിക് ആയിട്ട് വിരിയണ മുട്ടയും വിരിയാത്ത മുട്ടയും ചെയ്യാം, അത് കണ്ടുപിടിക്കുക. അതേപോലെ പിന്നെ ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ നമുക്ക് ക്യാൻഡിൽ ടെസ്റ്റ്. അതിപ്പോഴല്ല, നമ്മൾ ഇൻക്യൂബേറ്ററിൽ വെച്ചതിന് ശേഷം 7 ദിവസത്തിന് ശേഷം 7ാം ദിവസം നമ്മൾ ക്യാൻഡിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക. നമുക്ക് ലൈറ്റ് വെച്ച് ചെയ്ത് നോക്കുക. നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരും ദയവ് ഇത് കാണുക. നമ്മുടെ കൂടാതെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്, അടുത്തൊരു വീഡിയോയിൽ വരും. അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ കറക്റ്റായിട്ട് ക്യാൻഡിൽ ടെസ്റ്റ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തരും. അപ്പോൾ എത്ര മുട്ടകൾ നമ്മൾ വിരിക്കാൻ വെക്കാൻ പോകുന്നത് കണ്ടാ. ഇതിപ്പോൾ നമുക്ക് പല കളറിലും പല സൈസിലും ആണ് മുട്ടകൾ വിരിക്കുന്നത്. വെയിറ്റ് ഒക്കെ നോക്കുമ്പോൾ ഏകദേശം ഒരേ വെയിറ്റ് ആണ് വരുന്നത് എല്ലാത്തിനും. അത് ഞാൻ വെയിറ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ വെച്ചാൽ നമുക്ക് ചെറിയ മുട്ടകൾ നമുക്ക് വെക്കാൻ പാടില്ല. ഇപ്പോഴത്തെ വെച്ച് വിരിഞ്ഞു കഴിഞ്ഞാലും അത് ഒന്ന് ഉണ്ടായി വരാൻ കുറച്ച് പണിയാണ്. അപ്പൊ നമുക്ക് ചെറിയ മുട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനേക്കാളും ഒന്നുകൂടി ചെറുതുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ നല്ലത്. ഇതിപ്പോ നമുക്ക് കറക്റ്റ് സൈസാണ്. സാധാരണ നാടൻ കോഴിമുട്ടയുടെ സാധാരണ കന്നി കോഴികളൊക്കെ എന്ന പോലെ ഒരു മുട്ടയാണ് ഇപ്പോൾ ഈ സൈസ് വരുന്നത്. ഇതും ഈ കാരണം വരുന്നത് നമ്മുടെ വീട്ടിൽ കന്നിക്കോഴി ഇട്ട മുട്ടയാണ്. അപ്പോൾ ചമ്മരെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഐഡിയ കിട്ടുന്നുണ്ടാവില്ല കൊത്തുമുട്ട എന്താണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ എങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാരണം നമ്മുടെ കോഴിമുട്ടയ്ക്ക് ഒരു പ്രത്യേക വെയിറ്റ് ഉണ്ട്. ഒരു 35 to 40 ഗ്രാമാണ് അതിന്റെ വെയിറ്റ് വരിക നാടൻ കോഴിമുട്ടയ്ക്ക്. അപ്പോൾ ആ വെയിറ്റ് ഒരു കണ്ടുപിടിക്കണം. രണ്ടാമത് ആകൃതി. ഞാൻ ഇപ്പോൾ ആകൃതിയിൽ ആ ഒരു ഷേപ്പുള്ള സാധനം നമ്മുടെ കയ്യിൽ ഇല്ല. അതായത് ഏതൊരു വശം നമുക്ക് കൂടുതൽ കൂർത്തിട്ട് നിൽക്കും. അത് നമുക്ക് വിരിക്കാൻ വെക്കാൻ നല്ലതല്ല പറഞ്ഞാൽ വിരിയില്ല. അതുകൊണ്ടാണ്. പിന്നത്തെ വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വെള്ളത്തിലിട്ട് നോക്കിയാൽ ആ ഒരു ടൈപ്പ്. പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് 3 മുട്ട അങ്ങനെ പിടിക്കുക. 3 മുട്ട പിടിച്ചിട്ട് മുകളിലും മേലെ 2 മുട്ട പിടിച്ചതിന് ശേഷം നടുവിൽ മുട്ട വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഫ്രീ ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ, അതായത് ഇതിന് രണ്ടിന്റെ ഇടയ്ക്ക് ഒരു മുട്ട വെച്ച് കഴിഞ്ഞാൽ മുട്ട കടന്ന് തിരിയുണ്ടെങ്കിൽ ആ സാധനം വിരിയുന്നാ പറയുന്നത്. അതിപ്പോ നമ്മള്
ഏത് മുട്ട ഇപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ ആ ബ്രോയിലർ കോഴിയുടെ മുട്ട വെച്ച് കഴിഞ്ഞാലും ആ സാധനം തിരിയും. അതൊരു ശാസ്ത്രീയമായിട്ടുള്ളൊരു വശമല്ല. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ എന്തായാലും വെയിറ്റ്, ആകൃതി, പിന്നെ ആ വെള്ളത്തിലിട്ട് വെക്കണ ആ ഒരു ടൈപ്പ്, അപ്പൊ ഈ 3 ഇതാ വെച്ചിട്ടാണ് നമ്മൾ കൊത്തുമുട്ട കണ്ടുപിടിക്കലും അതേപോലെ നമ്മൾ വിരിക്കാൻ വെക്കലും. നമുക്ക് ശതമാനം നമുക്ക് ഏകദേശം 99% നമുക്ക് സക്സസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ ഏകദേശം പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ തുടർന്ന് നമ്മുടെ വീഡിയോ കാണാനായിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ബട്ടനും അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കണും അമർത്താം. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ സ്വാദിത് സൈനിങ് ഓഫ്.